മലയാളി ഫ്രം ഇന്ത്യ സിനിമയിൽ ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ കുറച്ച് സീൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇന്ത്യയുടെ ജേഴ്സി ലൈറ്റ് ബ്ലൂ ആ സഹാറ സ്പോൺസർ ചെയ്യുന്ന ജേഴ്സിയാണ്. ഓക്കെ, ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയയാണ് സെമി ഫൈനലായിട്ട് ആ സമയത്ത് കാണിക്കുന്നത്. പിന്നീട് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ഫൈനൽ വരുന്നുണ്ട്. പാകിസ്ഥാൻ ജയിക്കുന്നുണ്ട്, ഇന്ത്യ തോക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് പടക്കം പൊട്ടിക്കൽ ഇഷ്യൂ വന്നിട്ട് സിനിമ പോകുന്നത്. 2007 ഫൈനലാണ് കാണിക്കുന്നത് വെച്ചാൽ ഇന്ത്യ ജയിക്കും പാകിസ്ഥാൻ തോക്കല്ലേ ചെയ്ത്. അപ്പൊ ഈ ഒരു ഇഷ്യൂ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ജയിച്ചു എന്നുള്ള രീതിയിൽ പോർട്രേ ചെയ്തല്ല. എനിക്ക് അറിയാണ്ട് ചോദിക്കുകയാണ്. പാകിസ്ഥാൻ കപ്പടിക്കുന്നത് 2009 അതിൽ പാകിസ്ഥാൻ വേഴ്സസ് ശ്രീലങ്കയാണ് ഫൈനലായിട്ട് വരുന്നത്. ഇന്ത്യയുടെ ജേഴ്സി ഡാർക്ക് ബ്ലൂ ആണ്. അപ്പൊ അതെന്തായാലും അല്ല. അത് കഴിഞ്ഞിട്ട് ഏകദേശം 12 കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് കൊറോണ പറയുന്ന സാധനം വരുന്നത്. ഇതിൽ കുറച്ച് ദിവസം നിവിൻ പോളി മാറി നിൽക്കുന്നു, പിന്നീട് ദുബായി പോകണം, അവിടെ കൊറോണ വരുന്നു കഴിഞ്ഞു. ഏകദേശം 12 കൊല്ലം കഴിഞ്ഞു. അതിൽ എനിക്ക് അറിയില്ല, ഞാൻ ലോജിക്കും ഇതൊന്നും നോക്കുകയല്ല. ഇറ്റ്സ് ക്വൈറ്റ് ഹാർഡ് ടു ഡൈജസ്റ്റ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെയാണെന്ന് വെച്ചാൽ നാളെ ഒരാൾ സിനിമ എടുക്കുകയാണ്, അയാള് അർജന്റീന വേഴ്സസ് ഫ്രാൻസ് ഫൈനൽ കൊണ്ടുവന്നു, അതിലെന്ത് ചെയ്തു, ഫ്രാൻസ് ജയിച്ചു,